സോഫ്റ്റ്വെയർ ആദ്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇതിൽ ആദ്യം ഷോപ്പിന്റെ പേര് എൻ്റർ ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഡെമോ കമ്പനി എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഇമെയിൽ ID എൻ്റർ ചെയ്തതിന് ശേഷം കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൊബൈൽ കോഡ് സ്വയം ലോഡ് ആകും. ഇപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ കേരള ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പാസ്വേഡ് ഫിൽ ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ പാസ്വേഡ് @123 എന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. അടുത്തതായി കമ്പനി ടൈപ്പ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സൂപ്പർ മാർക്കറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ടേംസ് ആൻഡ് സർവീസിൽ എഗ്രി ചെയ്യുക. പിന്നെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഇമെയിലോട്ട് ഒരു വേരിഫിക്കേഷൻ കോഡ് പോയിട്ടുണ്ട്. ആ കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ വെരിഫൈ കോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ പേജ് ഓപ്പൺ ആവും. ഇവിടെ നേരത്തെ തന്നെ കമ്പനി നെയിം, കൺട്രി, സ്റ്റേറ്റ് എന്നിവ ഡീഫോൾട്ട് ആയി കാണാം. ഇപ്പോൾ രജിസ്റ്റേർഡ് അഡ്രസ് ഫിൽ ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ QSAT എന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. വാട്സ്ആപ്പ് നമ്പർ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അടുത്തതായി കമ്പനി ലോഗോ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗോ അപ്ലോഡ് ചെയ്യുക. എല്ലാം പൂർത്തിയായതിനു ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്നത് റീജിയണൽ സെറ്റിംഗ്സ് ആണ്. ഇവിടെ പ്രധാനമായിട്ടും കറൻസി സെലക്ട് ചെയ്യുക. ഞാൻ ഇന്ത്യയിൽ ആകയാൽ ഇന്ത്യൻ റുപ്പിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായി ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം GST നമ്പറും ടാക്സ് പെർസെന്റേജും കാണും. അത് ഓപ്ഷണൽ ആണ്, ആവശ്യമെങ്കിൽ ഫിൽ ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഇന്ത്യയിൽ ആയതുകൊണ്ട് ടാക്സ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഡെസിമൽ നമ്പർ എൻ്റർ ചെയ്യുക. പോയിന്റിന് ശേഷമുള്ള ഡെസിമൽ സ്ഥാനങ്ങൾ എത്ര വേണമെന്ന് ഇവിടെ നിശ്ചയിക്കാം. ഞാൻ 2 ആണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ റൗണ്ട് ഓഫ് ലിമിറ്റ് എൻ്റർ ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ 1 എന്ന് എൻ്റർ ചെയ്തിരിക്കുന്നത്. എല്ലാം പൂർത്തിയായതിനു ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ഡേറ്റും ബുക്ക് ബിഗിനിങ് ഡേറ്റും ഫിൽ ചെയ്യുക. പിന്നെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ആയി. ഇപ്പോൾ കാണുന്ന ഈ പേജ് ആണ് നിങ്ങളുടെ ഡാഷ്ബോർഡ്. ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കാണുന്ന ഡാഷ്ബോർഡ് ഇങ്ങനെ ആയിരിക്കും.